പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ഇന്നത്തെ വായനകളുടെ ഒരു അന്തസത്ത ഈ ഒരു പ്രതിവചന സങ്കീർത്തനത്തിലെ ഒറ്റ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. 19-ാമത്തെ സങ്കീർത്തനമാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളിലേക്ക് അഭിരമിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് അതങ്ങനെയല്ല, സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് മനസ്സ് തിരിക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള തിരുവചന ഭാഗമാണ് ഒന്നാമത്തേത്. മൈക്കലാഞ്ചലോ ഒരു ചിത്രം വരയ്ക്കുന്നു. അന്ത്യത്താഴമാണ്. ഒരുപാട് പണിപ്പെട്ടുള്ള പണിയാണ്. അതിനകത്ത് ഒരു കാസ ആൾ വരച്ചു വയ്ക്കുന്നുണ്ട്. എല്ലാവരും ഈ ചിത്രം പൂർത്തിയായി കഴിയുമ്പോൾ വന്ന് അഭിനന്ദിക്കുന്നുണ്ട്. മനോഹരമായ കാസ, എത്ര ഭംഗിയായിരിക്കുന്നു. 2-3 പേര് ഇതേ അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ തൻ്റെ ചായക്കൂട്ടിൽ ബ്രഷ് എടുത്ത് കളറെടുത്ത് അദ്ദേഹം ഇങ്ങനെ ആ കാസ മായ്ച്ചു കളയുന്നുണ്ട്. കണ്ടുനിന്നിരുന്ന മനുഷ്യർക്കൊക്കെ ഷോക്കിങ്ങാണ്. കാരണം അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഒരു കാസ വരച്ചിട്ട് എന്തിനാണത് മായ്ച്ചു കളഞ്ഞത്? അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ക്രിസ്തുവിനേക്കാൾ ഭംഗിയുള്ളതൊന്നും, ക്രിസ്തുവിനേക്കാൾ ഫോക്കസ്ഡ് ആവുന്ന ഒന്നും തന്നെ ഈ ഒരു പിക്ചറിൽ ഉണ്ടാവാൻ പാടില്ല. ഈശോയേക്കാൾ ഫോക്കസ്ഡ് ആവുന്ന ഒന്നും തന്നെ ഈ ഒരു ചിത്രത്തിലുണ്ടാവാൻ പാടില്ല. സൃഷ്ടവസ്തുക്കളല്ല, സൃഷ്ടാവിലേക്ക് ഇങ്ങനെ മനസ്സ് തിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്ന വചനഭാഗമാണിത്. പഴയ നിയമത്തിൽ നമ്മൾ കാണും പിത്തള സർപ്പത്തെ ഉണ്ടാക്കാൻ കർത്താവ് പറഞ്ഞത്. ഈ പിത്തള സർപ്പത്തെ ഉണ്ടാക്കി ആ സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ട ഇസ്രായേൽ ജനം പിന്നീട് പതിയെ 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 ഇതേ സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങുന്നൊരു കാഴ്ചയുണ്ട്. അവിടെ പിന്നീട് വരുന്ന രാജാക്കന്മാരിൽ ഒരാൾ, ദയവേത് ക്ഷമിക്കണം, പേര് ഓർക്കുന്നില്ല, ആ ഒരു രാജാവ് ഇതേ സർപ്പത്തെ ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നതൊക്കെ നമ്മൾ കാണും. കാരണം സൃഷ്ടാവിലേക്ക് ഉയരാനായി വഴി ചൂണ്ടികളാകേണ്ട, കൈചൂണ്ടികളാകേണ്ടിയിരുന്ന സാധനങ്ങൾ ദൈവത്തിന് പകരമായിട്ട് നിലകൊള്ളുമ്പോൾ സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയിലേക്ക് മനുഷ്യരുടെ മനസ്സ് പതറിപ്പോകുമ്പോൾ പിന്നെ അത് നശിപ്പിക്കപ്പെടാന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ന്യായം. കർത്താവ് നമ്മളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ മാതാവിനെ കുറിച്ച് പരിശുദ്ധ പാപ്പ പറഞ്ഞ ചില കാര്യങ്ങൾ കുറേ പേർക്കെങ്കിലും സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞത് വളരെ കൃത്യമാണെന്നേ. സഹരക്ഷക എന്ന് അമ്മ വിളിക്കപ്പെടാൻ പാടില്ല. സഹരക്ഷക എന്ന് അമ്മ വിളിക്കപ്പെടാൻ പാടില്ല. കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അത് തന്നെയാണ്. പഠനങ്ങൾ മുഴുവൻ അതിനെക്കുറിച്ച് തന്നെയാണ്. ഒരിക്കലും ക്രിസ്തു രക്തം ചിന്തി നേടിത്തന്ന ഈ രക്ഷയിൽ അല്ലെങ്കിൽ പങ്കുകാരാകാനായിട്ട്, അതിൻ്റെ ഞാനാണ് നേടിത്തന്നതെന്ന് പങ്കിട്ടെടുക്കാനായിട്ട് ഒരാൾക്കും പറ്റില്ല. കാരണം ഈശോ തൻ്റെ രക്തം കൊണ്ട് നേടിത്തന്ന രക്ഷയാണിത്. അതിനകത്ത് എങ്ങനെയാണ് പങ്കുവഹിക്കുക? അത് ആ രക്ഷ നമ്മിലേക്ക് ഒഴുകിയിറങ്ങാനായിട്ട് അമ്മയ്ക്ക് മധ്യസ്ഥം വഹിക്കാം. പക്ഷേ കർത്താവ് നേടിത്തന്ന രക്ഷയിൽ പങ്കുകാരൻ, സഹരക്ഷക എന്ന രീതിയിൽ പരിശുദ്ധ മാതാവിനെ സംബോധന ചെയ്യരുതെന്ന് സഭ പാപ്പ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാര്യം ഇതാണ്. വളരെ പോപ്പുലറായിട്ടുണ്ടായിരുന്ന ഒരു ജപമാല പ്രാർത്ഥന ഗാനരൂപത്തിലുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു, പരിശുദ്ധ കന്യാമാതാവെ പാപികൾ ഞങ്ങൾക്കായെന്നും അങ്ങനെ പോകുന്നു. അത് ഒഴിവാക്കിയതാണ്. പലയിടങ്ങളിലും സഭ പലതവണ പറഞ്ഞൊഴിവാക്കിയതാണ്. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടെ വെച്ച് തീരും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ എന്നുള്ള ഒരു വരി അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല, അതിനകത്ത് എഴുതിയിട്ടില്ല. അമ്മയെക്കുറിച്ച് മാത്രം പറഞ്ഞ് പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കാതെ, ഈശോയെ പറ്റി പറയാതെ ആ പ്രാർത്ഥന എങ്ങനെയാണ് പൂർണ്ണമാകുന്നേ?
പരിശുദ്ധ മാതാവിനെ ഈശോയേക്കാൾ സ്ഥാനം കൊടുക്കുമ്പോൾ അതുപോലും പാടില്ലെന്ന് ശക്തമായ രീതിയിൽ വ്യക്തമായിട്ടും വിശ്വാസികളെ പ്രബോധിപ്പിക്കാൻ കഴിവുള്ള ഒരു സഭയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സൃഷ്ടിയെ സൃഷ്ടാവിനേക്കാൾ കൂടുതൽ മനസ്സിൽ കേറ്റരുതെന്ന്. ഒരു കാരണവശാലും അതിന് സാധ്യതയില്ലെന്ന് തന്നെയാണ് സഭ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മാതാവിനെ കർത്താവിനേക്കാൾ പ്രാധാന്യം കൊടുത്തതിൻ്റെ തിക്തഫലങ്ങളിൽ ഒന്നായിരുന്നു കത്തോലിക്ക സഭയിലെ ആദ്യത്തെ പിളർപ്പുകളിലൊന്ന്. ഈ ലൂഥറൊക്കെ സഭ വിട്ടു പോകാനായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം, സഭ ഈശോയേക്കാൾ, പരിശുദ്ധ ദിവ്യകാരുണ്യത്തേക്കാൾ പരിശുദ്ധ മാതാവിന് സ്ഥാനം കൊടുക്കണമെന്നുള്ളതായിരുന്നു. ഒരു കാരണവശാലും അമ്മയെ തള്ളിപ്പറയുന്നതല്ല ഇത് സഭയുടെ പഠനമെന്ന് വ്യക്തമാക്കിയതാണ്. ഈ ഒരു പഠനം ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ കൂടുതലായി അമ്മയെ സ്നേഹിക്കും. നമുക്ക് കുറച്ചുകൂടെയൊക്കെ കൂടുതലായി ഇതുപോലെ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു അമ്മയെ മനസ്സിലാകും. മനുഷ്യ സ്ത്രീയായ ഒരമ്മയെ മനസ്സിലാകും. ഇത്രയ്ക്ക് നമ്മളോടൊപ്പം നമ്മളുടെ പ്രകൃതിയിൽ ജീവിച്ചിട്ട് ഇത്രയ്ക്ക് അമ്മയ്ക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ പറ്റുമല്ലോ എന്നോർത്ത് ഈ അമ്മയോട് നമുക്ക് അസൂയ തോന്നി തുടങ്ങും. ഈ അമ്മയെ നമ്മൾ വലിയ ആദരവോടുകൂടെ കുമ്പിടും. അത്രയ്ക്ക് പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കണമെന്ന്, പരിശുദ്ധ മാതാവിലേക്ക് മനസ്സുറപ്പിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു പരിശുദ്ധ പാപ്പയുടെ തിരുത്തായിരുന്നു നമ്മൾ കണ്ടത്. ഈശോയ്ക്ക് പരിശുദ്ധ മാതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നത് ഇഷ്ടമൊന്നും ആവില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം. പറഞ്ഞു വന്നത്, സൃഷ്ടാവിനേക്കാൾ അധികമായി സൃഷ്ടിയെ സ്നേഹിക്കരുതെന്ന് തന്നെയാണ്. കർത്താവെ, പലപ്പോഴും സൃഷ്ടികളിലേക്ക്, അങ്ങ് സൃഷ്ടിച്ച പല വസ്തുക്കളിലേക്കോ മനുഷ്യരിലേക്കൊക്കെ മാത്രം ഞങ്ങളുടെ മനസ്സുടക്കിപ്പോയതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ഭർത്താവിൽ, ഭാര്യയിൽ, കുഞ്ഞുങ്ങളിൽ, കുടുംബത്തിൽ മാത്രമൊക്കെയായിട്ട് മനസ്സുടക്കിപ്പോയതിൻ്റെ ബാക്കി പത്രമാണ് പള്ളിയിൽ ആൾ കുറയുന്നതിൻ്റെ കാഴ്ചകൾ. പരിശുദ്ധ കുർബാനയിലേക്ക് മനുഷ്യർ ഓടി വരാനായിട്ട് തടസ്സം പറയണത് എന്തൊക്കെയാണെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കാളയെ വാങ്ങി, ഞാൻ നിലം വാങ്ങി, ഞാൻ കല്യാണം കഴിച്ചു. സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങുമ്പോൾ, അവർക്ക് കൂടുതൽ സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ നഷ്ടപ്പെടുത്തി കളയണതും വേണ്ട എന്ന് വയ്ക്കുന്നതും ദൈവത്തെ തന്നെയാണ്, സ്വർഗീയ അനുഗ്രഹങ്ങൾ തന്നെയാണെന്ന് അറിഞ്ഞാൽ മതി. ആ ഒരു ഓർമ്മയുണ്ടായാൽ മതി. കർത്താവെ, ജീവിതത്തിൽ ഒരു ഒന്നാം സ്ഥാനം എന്നും നിനക്ക് തരാനുള്ള വലിയ കൃപയും സ്നേഹവും അങ്ങയോട് ഞങ്ങൾക്ക് തരണമേ. വലിയ പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ കൽപ്പനയാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരിക്കരുത്. കർത്താവ് സാത്താനോടത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ കർത്താവിനെ പരീക്ഷിക്കരുതെന്നുകൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. തമ്പുരാനെ, നിനക്ക് പകരം ഒന്നിനെയും, നിനക്ക് മുകളിലായി ഒരാളെയും എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്നുള്ള ഉറച്ച തീരുമാനം എടുത്തിട്ട് ഉറക്കത്തിലേക്ക് പോകാൻ നമുക്ക്. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.